ജസ്റ്റിസ് KS പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന കേസിൽ 2017 DY ചന്ദ്രചൂഡ് ഒരു 9 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി പ്രഖ്യാപിച്ചിരുന്നു. അത് ആ വിധിയിൽ പറയുന്നു, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 എന്ന മൗലിക അവകാശങ്ങളുടെ കൃത്യമായ ലംഘനമാണിത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി മൗലികാവകാശങ്ങളുടെ ലംഘനം നടത്തിയിരിക്കുന്നു. ആ മൗലികാവകാശങ്ങളുടെ ലംഘനം നടത്തുക വഴി കേരളത്തിലെ കോടിക്കണക്കിന് ജനങ്ങളെ പറ്റിച്ചിരിക്കുന്നു. അവരുടെ അറിവോ സമ്മതവും ഇല്ലാതെ അവരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം നടത്തുകയും അവരുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തിയെടുക്കുകയും ചെയ്തിരിക്കുന്ന ഗുരുതരമായ തെറ്റാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. സ്വകാര്യത മൗലികാവകാശമാണെന്നതിനാൽ ഈ അവകാശത്തിന്റെ ലംഘനം മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്ന് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 9 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ഈ കാര്യത്തിൽ വളരെ പ്രസക്തമാണ്. 11/8/2023 ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023 പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ച നിയമമാണ്. പാർലമെന്റിൽ ഡേറ്റ പ്രൊട്ടക്ഷന് വേണ്ടി കൊണ്ടുവന്ന ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് നഗ്നമായ ലംഘനമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 2023 ഈ ആക്ടിന്റെ 4, 6 അടക്കമുള്ള വകുപ്പുകളുടെ നഗ്നമായ ലംഘനം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും OST സാംബശിവറാവുവും ചെയ്തിരിക്കുകയാണ്. 2017 പുട്ടസ്വാമി കേസിന്റെ കോടതിയുടെ വിധിന്യായത്തിൽ 303-ാം ഖണ്ഡികയിൽ ഇൻഫോർമേഷണൽ പ്രൈവസി എന്നത് വിശദീകരിക്കുന്നുണ്ട്. ആ തത്വത്തിൽ വ്യക്തമായിരിക്കുന്ന മുൻ ഉപാധികളും നഗ്നമായി ലംഘിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കോടിക്കണക്കിന് ആളുകളുടെ വ്യക്തിഗത വിവരങ്ങൾ അവരുടെ സമ്മതമോ അറിവോ ഇല്ലാതെ എടുത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏകപക്ഷീയമായി ഇവിടെ എല്ലാ നിയമങ്ങളും ലംഘിച്ച് നടപ്പാക്കിയിരിക്കുന്നു. ഇത് ഓരോ വ്യക്തിയുടെയും സ്വകാര്യതയിലേക്കുള്ള ഒളിഞ്ഞു നോട്ടമാണ്. ഓരോ വ്യക്തി ഇപ്പം നിങ്ങളുടെ കയ്യിലൊരു ഫോണുണ്ടെങ്കിൽ ആ ഫോണിൽ എല്ലാ വിവരങ്ങളുമുണ്ട്. നിങ്ങളുടെ ഭാര്യയ്ക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ഫോണിന് നിങ്ങളെപ്പറ്റി അറിയാം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എത്ര, നിങ്ങൾ ആരോട് സംസാരിച്ചു, നിങ്ങൾക്ക് എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട്, നിങ്ങൾ എവിടെയാണ് എപ്പോഴാണ് നിൽക്കുന്നത്, നിങ്ങൾ എവിടെയാണ് പോകുന്നത്, നിങ്ങൾ എത്ര പേരോട് ഫോണിൽ സംസാരിക്കുന്നു, നിങ്ങൾ എത്ര ദീർഘമായി ആരോട് സംസാരിക്കുന്നു, ഈ വിവരങ്ങളെല്ലാം നിങ്ങളുടെ ഫോണിലൂടെ പരിശോധിക്കാൻ കഴിയുന്ന ഒന്നാണ്. അപ്പോൾ വ്യക്തിഗത സംസ്കരണം അറിവോടെയും സമ്മതത്തോടെയും അല്ലാതെ ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ നമ്മുടെ ലൊക്കേഷൻ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, കമ്മ്യൂണിക്കേഷൻ രേഖകൾ എല്ലാം ഫോൺ നമ്പർ കയ്യിലുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ്. അപ്പോൾ വ്യക്തിയുടെ എല്ലാ വിവരങ്ങളും രഹസ്യങ്ങളും ഇവർ ചോർത്തിയെടുക്കുകയാണ്. ഇനി സ്വകാര്യ ഏജൻസികൾക്ക് കൈമാറുന്നതോടെ എല്ലാ വിവരങ്ങളും അവർക്ക് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും വിൽക്കാം. ഡേറ്റയാണ് ഇന്ന് ലോകത്ത് ഏറ്റവും പ്രധാന വിലപിടിപ്പുള്ള വസ്തു. പണ്ട് ഓയിലായിരുന്നെങ്കിൽ ഏറ്റവും വലിയ വിലപിടിപ്പുള്ള വസ്തുവെങ്കിൽ, സ്വർണമായിരുന്നെങ്കിൽ ഇന്ന് ഡേറ്റയാണ് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു. ആ വസ്തു കിട്ടിക്കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഇത് വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യപ്പെടാൻ കഴിയുന്ന കാര്യമാണ്. ഇന്ന് നിങ്ങൾക്കറിയാം, കോവിഡ് കാലത്ത് സ്പ്ലിംഗർ എന്ന കമ്പനിയോട് ഈ കച്ചവടത്തിന് വേണ്ടി ഈ ഡേറ്റ മുഴുവൻ, കേരളത്തിലെ കോവിഡ് രോഗികളുടെ ഡേറ്റ മുഴുവൻ ചോർത്തി നൽകിയെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ടാണ് വ്യക്തിഗത വിവരങ്ങൾ അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ചോർത്തിയെടുക്കുന്നുവെന്നുള്ള ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഇവിടെ വന്നിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ 1 കോടിയിൽ പരം പൗരന്മാരുടെ വ്യക്തിഗത വിവരങ്ങൾ കൈക്കലാക്കി അത് സ്വകാര്യ കമ്പനിക്ക് കൈമാറുകയും അവർക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി അവർക്ക് അത് ദുരുപയോഗപ്പെടുത്തുകയും ചെയ്ത മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മിക അവകാശമില്ല. ഈ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ മുഴുവൻ നടപടി ഉണ്ടാകണം. സമഗ്രമായ ഈ ഡേറ്റ തട്ടിപ്പിന്റെ കാര്യത്തിലും ഡേറ്റ ചോർത്തലിന്റെ കാര്യത്തിലും ഡേറ്റയുടെ ദുരുപയോഗത്തിന്റെ കാര്യത്തിലും സമഗ്രമായ അന്വേഷണം അനിവാര്യമാണ്. ബഹുമാനപ്പെട്ട ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയും പാർലമെന്റ് പാസാക്കിയ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ടിനും വിരുദ്ധമായി
കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും അദ്ദേഹത്തിൻ്റെ OSD സാംബശിവറാവുവും ചെയ്തിട്ടുള്ള ഈ ഗുരുതരമായ കുറ്റത്തിന് നിയമപരമായ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.